ഇനി അടുത്തത് എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആണ്. എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. എക്സ്പ്രഷൻ ഫോർ ടോർക്ക്. ടോർക്കിന്റെ സിമ്പല് ടോ ആണ്. നമുക്ക് എക്സ്പ്രഷൻ ഫോർ ടോർക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ഫോഴ്സസ് F1 ഉം F2 ആക്ട് ചെയ്യുന്ന ലൈൻസ് ഡിഫറെന്റ് ആണ്. ഒരെണ്ണം ഈ ലൈനിൽ കൂടി, ദ അതർ ഫോഴ്സ് ഈസ് ആക്ടിങ് അലോങ് ദിസ് ലൈൻ. ഓക്കെ, അപ്പൊ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, ഡിഫറെന്റ് ലൈൻസിൽ കൂടി. അപ്പോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, opposite forces acting along different lines of action. Different lines of action constitute a couple. Constitute a couple. ടോർക്ക് എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. ടോർക്ക് മൊമെന്റ് ഓഫ് കപ്പിൾ എന്ന് പറയാം, മൊമെന്റ് ഓഫ് ഫോഴ്സ് പറയാം. മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ്. വാട്ട് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻസിനിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിനെ ഇങ്ങനെ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ സി എന്ന സിമ്പൽ കൊടുത്തു. ബി സി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി, അതിന്ന് ബി സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനിവിടെ കുറച്ച് പോർഷൻ റബ് ചെയ്യുന്നുണ്ട്. ബി സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ എ സി ബി. അതിന്ന് ബി സി കാണാനായിട്ട് സൈൻ തീറ്റ എടുക്കാം. വാട്ട് ഈസ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, ബി സി ബൈ എ ബി. ബട്ട് എ ബി ഈസ് ലെങ്ത് ഓഫ് ഡൈപോൾ 2a, ബി സി ബൈ 2a എന്ന് കൊടുക്കാം. ഓർ ബി സി ഈക്വൽ ടു 2a സൈൻ തീറ്റ. ഓക്കെ, നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ കൊടുക്കുക. ഫോഴ്സ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ടു ഫോഴ്സസ്. അപ്പോൾ അവിടെ സൈൻ വേണ്ട, ക്യു ഇ എന്ന് മാത്രം മതി. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ബി സി, ദാറ്റ് ഈസ് ക്യു ഇ ഇൻറ്റു 2a സൈൻ തീറ്റ. ഇത് നോക്കൂ, ക്യു ഇൻറ്റു 2a. ക്യു ഇൻറ്റു 2a ഈസ് Q into 2a is magnitude of dipole moment. Dipole moment magnitude. Okay. അപ്പോൾ നമുക്ക് ടോർക്കിനെ എങ്ങനെ കൊടുക്കാം? ടോ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2 പകരം പി കൊടുക്കാം. ബാക്കി അതുപോലെ എഴുതാം, ഇ സൈൻ തീറ്റ. പി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപോൾ മൊമെന്റ്, ഇ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, product of two magnitudes and sine of the angle between. അതൊരു ക്രോസ് പ്രോഡക്റ്റിനെയാണ്. That is vector tau is equal to P cross E. Okay, അതാണ് ടോർക്കിന്റെ എക്സ്പ്രഷൻ. Vector tau equal to P cross E. Okay, നമ്മൾ ബോക്സിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അപ്പോൾ ഇതൊരു 3 മാർക്ക് ഡെറിവേഷൻ ആണ്. എക്സ്പ്രഷൻ ഫോർ ടോർക്ക് എന്ന് പറയുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡയഗ്രാം, ഈ ലേബൽ ഡയഗ്രാം വരയ്ക്കുക, പിന്നെ ഇതിന് താഴെയുള്ള സ്റ്റെപ്സ് മാത്രം എഴുതാം. ഓക്കെ, ടോർക്കിന്റെ എക്സ്പ്രഷൻ ആയി. ഇതുകൊണ്ട് ആ ഡെറിവേഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഇനി ഇതിന്റെ സ്പെഷ്യൽ കേസസ് എന്ന് പറയുന്നത് 1 മാർക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്പെഷ്യൽ കേസസ്. സ്പെഷ്യൽ കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാ, when is the torque maximum? എന്താ ടോയിന്റെ എക്സ്പ്രഷൻ? PE
സൈൻ തീറ്റ. ഇത് മാക്സിമം ആകണമെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആയിരിക്കണം. ഓക്കെ, tau is equal to tau max when sin theta is equal to 1. Okay, then what is the value of theta? Therefore, theta equal to 90 degree. Sin theta, sin 90 ആണ് 1 വരിക. അപ്പോൾ sin theta യുടെ വാല്യൂ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. This is sin 90. So, theta equal to 90. Okay, ഇതിന്റെ ആക്ച്വലി സിഗ്നിഫിക്കൻസ് എന്താണ്? തീറ്റ 90 എന്ന് പറയുമ്പോൾ ഫീൽഡ് ഈ ഡയറക്ഷനിൽ വരും, ഡൈപോള് പെർപെൻഡിക്കുലർ ടു അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് വരണം. ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ വരണം. ഈ കേസിലാണ് ആംഗിൾ ബിറ്റ്വീൻ ദ ഡൈപോൾ മൊമെന്റ് ഓർ ഡൈപോളിന്റെ ലെങ്തിലാണ് ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുക. ഡൈപോൾ ആൻഡ് or dipole moment and electric field is 90. Then the dipole experience maximum torque. Okay. When it experience minimum torque, tau is equal to tau minimum. Tau minimum പറഞ്ഞാൽ എന്ത് വരണം? 0 വരണം. Okay. When sin theta is 0. Sin theta is 0 means theta is 0. Theta 0 എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? E and P are parallel. Okay. Eയും Pയും parallel. ഞാനിങ്ങനെ അതിനെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇത് P ആണ്, ഇത് E ആണ്. ഓക്കെ, ഇയും പിയും പാരലൽ ആയിട്ടുണ്ടെങ്കിൽ ഒരേ ലൈനിൽ കൂടി ഓർ പാരലൽ ടു ഇങ്ങനെ വരച്ചാലും മതി, ഇങ്ങനെ വരച്ചാലും മതി. പാരലൽ ആണെങ്കിൽ എന്ത് വരും? ടോർക്ക് 0 ആകും. ഓക്കെ, ഇതാണ് ടോർക്കിന് റിലേറ്റഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. വെൻ ഡസ് എ ഡൈപോൾ experience maximum torque? When it align perpendicular to the field direction. When does the dipole experience minimum torque? When it align parallel to the field direction.